നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശത്ത് നിന്നുൾപ്പെടെ കേരളത്തിന് പുറത്തു നിന്ന് എത്തുന്നവർക്ക് 7 ദിവസത്തെ സർക്കാർ ക്വാറന്റൈൻ വേണ്ടെന്ന് വെച്ച സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നു. വീടുകളിൽ സൗകര്യമുള്ളവർക്ക് 14 ദിവസത്തെ ഹോം ക്വാറന്റൈൻ മതിയെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. വിദേശത്ത് നിന്നെത്തുന്ന എല്ലാവരും 7 ദിവസം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിൽ കഴിയണമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം. ഇനി മുതൽ പുറത്തു നിന്ന് വരുന്നവരെല്ലാവരും 14 ദിവസത്തെ നിർബന്ധിത ഹോം ക്വാറന്റൈനിൽ കഴിയാമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പുതിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുവാൻ സൗകര്യമുണ്ടോ എന്നുള്ളത് വാർഡ് തല സമിതികൾ ഉറപ്പാക്കിയിരിക്കണം. ഇവർ വീടുകളിലെത്തി ഇക്കാര്യങ്ങൾ ഉറപ്പാക്കുകയും വേണം. വീടുകളിൽ ക്വാറന്റൈൻ സൗകര്യം ഇല്ലാത്തവർക്ക് മാത്രമേ ഇനി ഇത്തരത്തിൽ സർക്കാർ ക്വാറന്റൈനിൽ ഉണ്ടാകൂ. സർക്കാർ നിർദ്ദേശിക്കുന്ന പാസുകൾ എടുക്കാതെ വരുന്നവരെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലാക്കും. ഹോം ക്വാറന്റൈൻ ഒരു വ്യക്തി എത്തിയാൽ ആ വീട്ടിലെ അംഗങ്ങളും നിരീക്ഷണത്തിൽ കഴിയണമെന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് എന്തുകൊണ്ട് ക്വാറന്റൈൻ നയത്തിൽ സർക്കാർ മാറ്റം വരുത്തിയെന്ന ഇതുവരെ വിശദീകരിച്ചിട്ടുമില്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതും ഇത്തരത്തിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് മാനസിക സംഘർഷം വർദ്ധിക്കുന്നതും കണക്കിലെടുത്താണ് ഈ തീരുമാനം മാറ്റിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാവുക. ജില്ലാ ഭരണകൂടമോ തദ്ദേശ സ്ഥാപനമോ അംഗീകരിച്ച വീടുകളോ വാസയോഗ്യമായ കെട്ടിടങ്ങളോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങളായി പരിഗണിക്കുമെന്നുള്ളതാണ് ദുരന്ത നിവാരണ വകുപ്പിന്റെ ഉത്തരവ്. കേന്ദ്ര മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. വീടുകളിൽ ക്വാറന്റൈൻ അനുവദിക്കുന്നതോടുകൂടി സർക്കാരിന്റെ ചെലവ് കുറയുകയും ചെയ്യും. വിദേശത്ത് നിന്നെത്തി ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ താമസിക്കുന്നവരിൽ നിന്നും പണം ഈടാക്കാനുള്ള തീരുമാനം വിമർശനത്തെ തുടർന്ന് സർക്കാർ പിൻവലിച്ചിരുന്നു. അതേസമയം കേരളത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ദിനംപ്രതി ഉണ്ടായിരിക്കുന്നത്. 108 പേർക്ക് ഇന്ന് മാത്രം COVID-19 സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിൽ നിന്നുള്ള 19 പേർക്കും തൃശൂർ ജില്ലയിൽ നിന്നുള്ള 16 പേർക്കും മലപ്പുറം കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 12 പേർക്ക് വീതവും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 11 പേർക്കും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 10 പേർക്കും പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 9 പേർക്കും ആലപ്പുഴ കോഴിക്കോട് എന്നീ ജില്ലകളിൽ 4 പേർക്ക് വീതവും തിരുവനന്തപുരം ഇടുക്കി എറണാകുളം ജില്ലകളിൽ 3 പേർക്ക് വീതവും കോട്ടയം ജില്ലയിൽ നിന്നുള്ള 2 പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.